ലേസിന് അടി കൂടിയത് കൊല്ലത്ത്. അതെ, കൊല്ലം. കപ്പലണ്ടിക്ക് അടി കൂടിയതും കൊല്ലത്ത്. കൊല്ലം. പപ്പടത്തിന് അടി കൂടിയതും കൊല്ലം. കൊല്ലം. പൊറോട്ടയ്ക്ക് അടി കൂടിയതും സലാഡിന് അടി കൂടിയതും അത് സംശയം എന്താ? കൊല്ലം എന്ന് വെച്ചാൽ നമ്മുടെ നാട്. ഞങ്ങളൊക്കെ കൊല്ലംകാരെ അടി കൂടുന്നത് ഈ നിസ്സാരമായിട്ടുള്ള സലാഡിനും പൊറോട്ടയ്ക്കൊക്കെ വേണ്ടിയാ. പക്ഷെ ഞങ്ങൾ വീണ്ടും ഒന്നിക്കും. അതെ അതെ, അത് ശരി. അതേപോലെ തന്നെ കേരളത്തിൽ വലിയൊരു ദുരന്തം വന്നപ്പോഴും കൊല്ലംകാരെ ഉള്ളായിരുന്നു. അതും ഒരു ശരിയാ. ഇനി പറയാനുള്ളത്, കുടുംബക്കാരെയും കൂട്ടുകാരെയും ക്രൂരമായി കൊന്നത് 23 വയസ്സുള്ള ഒരു തിരുവനന്തപുരക്കാരൻ. നരബലി എന്ന ക്രൂരത അരങ്ങേറിയത് പത്തനംതിട്ടയുടെ മണ്ണില്. വിജയലക്ഷ്മി എന്ന 48-കാരിയെ വീട്ടിൽ വിളിച്ചു വരുത്തി കൊന്ന് മുറ്റത്ത് കുഴിച്ചിട്ടത് ഒരു ആലപ്പുഴക്കാരൻ. അവിടെ വർഗീസ് ഫിലിപ്പ് എന്ന മനുഷ്യനെ കൊന്ന് കഷ്ണങ്ങളാക്കി ഉപേക്ഷിച്ചത് കോട്ടയംകാരായ ദമ്പതികൾ. ബിജു ജോസഫിനെ ഗുണ്ടകളെ വിട്ട് മർദ്ദിച്ച് കൊലപ്പെടുത്തിയത് ഇടുക്കിക്കാരായ ജോമോൻ. 3 വയസ്സുകാരിയായ മകളെ പുഴയിൽ എറിഞ്ഞു കൊന്നത് എറണാകുളംകാരിയായ അമ്മ. 6 വയസ്സുകാരനെ ലൈംഗികമായി പീഡിപ്പിച്ച് കുളത്തിലേക്ക് തള്ളിയിട്ട് കൊന്നത് 20 വയസ്സുള്ള തൃശൂർക്കാരൻ. സ്വന്തം ഭാര്യയെ കൊലപ്പെടുത്തിയ ശേഷം സ്വയം വെടിവെച്ച് മരിക്കാൻ ബുദ്ധി കാട്ടിയ ഒരു പാലക്കാടുകാരൻ. പ്രസവത്തിന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പോലും മനസ്സില്ലാതെ ക്രൂരത കാട്ടി അവളെ മരണത്തിൽ വിട്ടുകൊടുത്തത് മലപ്പുറംകാരൻ. ഷഹബാസ് എന്ന 10ാം ക്ലാസ്സുകാരനെ ട്യൂഷൻ സെന്ററിൽ സഹപാഠികൾ അടിച്ചു കൊന്നത് കോഴിക്കോട്. യുവാവിനെ ക്രൂരമായ കാറിൽ വലിച്ചു കൊണ്ടുപോയി വയനാടുള്ള മാനന്തവാടിയിൽ. സൗഹൃദം വിലക്കിയതിന് 45-കാരനെ കൊലപ്പെടുത്തിയത് കണ്ണൂരുകാരായ ഭാര്യയും സുഹൃത്തും ചേർന്ന്. 2016-ൽ യുവാവിനെ കൂട്ടക്കൊലയ്ക്ക് ഇരയാക്കിയത് കാസർഗോഡ് മംഗലാപുരത്ത്. എന്തിനാണ് കൊല്ലംകാരെ പൊറോട്ടയ്ക്കും കപ്പലണ്ടിക്കും ലേസിനും വേണ്ടി അടിപിടി കൂടിയെന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കളിയാക്കുന്നത്? എങ്കിലും എന്തിനാണ് കൊല്ലംകാരെ നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? നിസ്സാര കപ്പലണ്ടിക്കും ലേസിനൊക്കെ വേണ്ടി അടി കൂടുന്നത് അതന്നെ, ഒരു കേസിന് പോലുള്ള വകുപ്പില്ലല്ലോ അതൊക്കെ. എങ്കിലും വളരെ കഷ്ടമായി പോയി. കൊല്ലംകാർ എന്ന രീതിയിൽ നമ്മൾ അഭിമാനിക്കുന്നു, എങ്കിലും ഇത് വളരെ മോശമായി പോയി. ഇനി നിങ്ങൾ കൊല്ലംകാരെ അധിക്ഷേപിക്കരുത്. ഞങ്ങൾ കൊല്ലം ഉണ്ടല്ലോ, കൊല്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ എന്തെങ്കിലും വിഷയം ഉണ്ടായി കഴിഞ്ഞാൽ ഓടി വരുന്നത് ഞങ്ങൾ കൊല്ലംകാരാ. പ്രളയം നടന്നപ്പോഴേ ഇവിടെ കൊല്ലംകാരെ ഉള്ളായിരുന്നു. അതെ അതെ അതെ. എന്തൊക്കെ പ്രശ്നങ്ങൾ നടക്കുന്നു. കൊല്ലം കണ്ടാൽ ഇല്ല വേണ്ട, വല്ലയിടത്തും വന്ന് നിൽക്കുക.